ഇന്ന് ഹൈക്കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് വരികയാണ്. അതായത് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ സമർപ്പിച്ച അപ്പീൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഭൂമി ഏറ്റെടുക്കുന്നത് ശരിവച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് അത് നിരസിച്ചിരുന്നു. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. തിയോഫിൻ ചേരുകയാണ് ഒരിക്കൽ കൂടി. തിയോഫിൻ, ഇന്നിപ്പോൾ നേരത്തെ സിംഗിൾ ബെഞ്ച് ഇവരുടെ ഈ ആവശ്യം തള്ളിയതാണ്, അത് തന്നെ ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തതാണ്. വീണ്ടും ഇവർ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി വരികയാണ്. ഇപ്പോൾ പറയുന്നത് എന്താണ്? നഷ്ടപരിഹാര തുക കുറഞ്ഞുപോയി, അതിന് കൂടുതൽ വേണമെന്നാണോ പറയുന്നത്? മനു, തീർച്ചയായും അതാണിപ്പോൾ പ്രധാന ആവശ്യം. കാരണം ഭൂമി ഏറ്റെടുക്കലിനെതിരെയാണ് ഹാരിസൺ എസ്റ്റേറ്റും അതോടൊപ്പം തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റും രണ്ടു കൂട്ടരുടെയും ഹർജിയുണ്ട്. ഇവർ കോടതിയെ സമീപിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട അത് തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഡിവിഷൻ ബെഞ്ച് ഇത് നിരസിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സിംഗിൾ ബെഞ്ച് നിരസിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഏറ്റെടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അവർ നൽകിയ തടസ്സവാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് നഷ്ടപരിഹാരം കൂടുതൽ വേണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നത്. ഈ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ്, എൽസ്റ്റൺ എസ്റ്റേറ്റ് രണ്ടുപേരുടെയും അപ്പീലുകൾ നേരത്തെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇത് പരിഗണിച്ചത്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അന്ന് ഡിവിഷൻ ബെഞ്ച് അത് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. അടിയന്തരമായി സർക്കാർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു നേരത്തെ ഇവരുടെ ആവശ്യം. പക്ഷേ അത് അംഗീകരിച്ച് കിട്ടിയില്ല. സ്റ്റേ ചെയ്യാനോ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനോ കോടതി അന്ന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഹാരിസന്റെ ഭൂമി പെട്ടെന്ന് ഏറ്റെടുക്കുന്നില്ല എന്ന് സർക്കാർ അറിയിക്കുകയും അന്ന് ചെയ്തിരുന്നു. പിന്നീട് സർക്കാർ നൽകിയ സത്യവാങ്മൂലം കൂടി പരിഗണിച്ച് അന്ന് ഹർജി തീർപ്പാക്കുകയും ചെയ്തിരുന്നു. അവർ അന്ന് നഷ്ടപരിഹാരമായി സർക്കാർ നിശ്ചയിച്ചിരുന്ന തുക അത് 26.65 കോടിയാണ്. അത് അപര്യാപ്തമാണെന്നായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ വാദം. അവർ ആവശ്യപ്പെട്ട തുക പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള തുക അല്ലെങ്കിൽ അപര്യാപ്തമാണ് നഷ്ടപരിഹാരം എന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി കൂടിയുണ്ട്. അതുകൂടിയാണ് പരിഗണനയിലുള്ളത്. എന്തായാലും സർക്കാർ കഴിഞ്ഞ തവണ ഈ കേസ് വാദിക്കുമ്പോൾ ഈ പദ്ധതിയുടെ തറക്കല്ലിടൽ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു അപേക്ഷ കൂടി കോടതിക്ക് മുന്നിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഹർജി പിന്നീട് മാറ്റിവെച്ചതാണ്. അതിന്ന് ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ മറ്റൊരു ഹർജിയുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ വലിയ തുക നഷ്ടപരിഹാരമായി വേണം എന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഹർജി കൂടി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മനു, ശരി, നമുക്ക് നോക്കാം തിയോഫിൻ എന്തായാലും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ഏതായാലും അവിടെ ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. തറക്കല്ലിട്ട് കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതിനിടയിൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ വന്നിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് സർക്കാർ ഈ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, അതിനെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തില്ല. ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വിശദമായി വാദം കേൾക്കാം, നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വേണോ എന്നതടക്കമുള്ള പ്രശ്നങ്ങളിൽ. പക്ഷേ അതൊന്നും ടൗൺഷിപ്പ് നിർമ്മാണത്തെ തടസ്സപ്പെടുത്തില്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിവരങ്ങളാണ് ഇപ്പോൾ തിയോഫിൻ നമുക്ക് നൽകിയത്.